ഇത് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക നല്ലത്. എന്നാലും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നൂന്നേ. അപ്പൊ ആദ്യം ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് അതിന്റെ അരികൊക്കെ കട്ട് ചെയ്ത് അതിനെ ഒന്ന് 4 കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി 1 ടീസ്പൂൺ ബട്ടറിലേക്ക് ആ ബ്രെഡ് പീസസ് ഇട്ട് ഒരുപാട് കളർ മാറാതെ തിരിച്ചു മറിച്ചു ഇട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാം. ഇനി വീണ്ടും 1 ടീസ്പൂൺ ബട്ടറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതിട്ട് കളർ മാറാതെ അതൊന്ന് ചൂടാക്കി മാറ്റി വെക്കാം. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കാം. ഇനി ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് ഒന്നങ്ങ് ചൂടായി വരുമ്പോൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഫസ്റ്റ് ബ്രെഡ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കസ്റ്റാർഡ് മിക്സ് ചെറു ചൂടോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിന്റെ മുകളിലായിട്ട് തേങ്ങയും പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് നട്ട്സ് ഒക്കെ പൊടിച്ചതും, എന്നിട്ട് വീണ്ടും ബ്രെഡിന്റെ ലെയർ വെച്ച് കൊടുക്കുക. വീണ്ടും കസ്റ്റാർഡ്, തേങ്ങ, നട്ട്സ് പൊടിച്ചത്, അങ്ങനെ ഞാൻ 2 ചെറിയ പുഡിംഗ് ട്രേയിൽ സെറ്റ് ആക്കിയിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ആഹാ, സെറ്റ് പുഡിംഗ് കേട്ടോ.